മറ്റു സ്വാമിമാരെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ ഫോണൊന്നും കൊണ്ടുപോയില്ല. ഷാജിസ്വാമി, അജിസ്വാമി നമ്മുടെ ഗുരുസ്വാമിമാർ. ഇത് അച്ഛൻ സ്വാമി, കന്നിസ്വാമി. നാല് സ്വാമിമാരും ഡ്രൈവർ സ്വാമിയും കൂടി ഇപ്പോൾ പോവുകയാണ്. അതിപ്പോൾ പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. ഇപ്പോൾ ശബരിമലയിലൊക്കെ പമ്പയിലൊക്കെ ഇറങ്ങുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോയ സ്വാമിമാർ പറഞ്ഞിരുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാമി ശരണം. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. കെട്ടുനിറയൊക്കെ കഴിഞ്ഞിട്ട്. കെട്ടുനിറ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലായിരുന്നു, ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിലായിരുന്നു രാവിലെ. അപ്പോൾ എല്ലാം നന്നായി നടന്നു. അതിനുശേഷം നമ്മളിപ്പോൾ 4 സ്വാമിമാരും ഡ്രൈവർ സ്വാമിയും കൂടി ഇപ്പോൾ പോവുകയാണ്. അതിപ്പോൾ പോകുന്നത് ഗുരുവായൂരിലേക്കാണ്. അപ്പോൾ ഗുരുവായൂരിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ നമ്മുടെ കെട്ടുനിറയുടെ ചില കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരും. ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ മീ, ശരണമയ്യപ്പ മീ, ശരണമയ്യപ്പ മീ, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ മീ, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ. രാവിലെ 4:45 ഞങ്ങൾ അമ്പലത്തിലെത്തി. 5:15 കെട്ടുനിറ ആരംഭിച്ചു. എൻ്റെയും അച്ഛൻ്റെയും അജിമാമയുടെയും കെട്ടുനിറ ഇവിടെ വെച്ചായിരുന്നു. ഷാജിമാമ ബാംഗ്ലൂർ HAL ടെമ്പിളിൽ വെച്ച് തന്നെ കെട്ടുനിറച്ചാണ് ഇങ്ങോട്ട് എത്തിയത്. വാടാനാംകുറിശി ഗ്രാമത്തിലെ ഗുരുസ്വാമിമാരിൽ ഒരാളും ക്ഷേത്ര ഭാരവാഹിയുമായ ശ്രീ രവീന്ദ്രൻ നായരാണ് ഞങ്ങളുടെ കെട്ടുനിറ നടത്തിയത്. കൂടെ ക്ഷേത്രത്തിലെ മേൽശാന്തി തിരുമേനിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. കുടുംബത്തിലെ കാരണവന്മാരും മറ്റു ബന്ധുമിത്രാദികളെല്ലാവരും ഈ കെട്ടുനിറ ചടങ്ങിൽ പങ്കെടുത്തു. എത്തിച്ചേരാൻ സാധിക്കാത്തവർ ഫോണിലൂടെ തങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി. സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടുത്തെ ചടങ്ങുകളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി എല്ലാവരും ഓരോ തേങ്ങ ഉടച്ച് ക്ഷേത്രമുറ്റത്ത് നിന്ന് പുറത്തേക്കിറങ്ങി. അങ്ങനെ കെട്ടുനിറ വളരെ നന്നായി നടന്നു. കെട്ട് നിറച്ച് ഇപ്പോൾ വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ കെട്ടുനിറയ്ക്ക് മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ ആ ഒരു തിരക്കുകളിലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ശരണമയ്യപ്പ സ്വാമിയേ, 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 ശരണമയ്യപ്പ. സമയം രാവിലെ 6:30. തേങ്ങ ഉടച്ച് ശബരിമല യാത്ര ഇവിടെ ആരംഭിക്കുന്നു. നമ്മുടെ ഇരുമുടിക്കെട്ട് കാറിൻ്റെ ബാക്കിൽ വിരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഗുരുവായൂരിലേക്കുള്ള യാത്ര മധ്യയാണല്ലോ ഇങ്ങോട്ടൊന്ന് വന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ഗുരുവായൂരിലേക്കുള്ള യാത്രയിലേക്ക് ഒന്ന് പോവാം. കഴിഞ്ഞ 2 ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിലെ പരുത്തപ്പുഴയുടെ കടവിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഷൊർണൂരിലെ വിഷ്ണു ട്രാവൽസിന്റെ ഉടമ അജിരാജേട്ടനാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. അദ്ദേഹത്തിന്റെ പുതിയ ഇന്നോവ ക്രിസ്റ്റയിലാണ് നമ്മൾ ശബരിമല യാത്ര ബുക്ക് ചെയ്തിരിക്കുന്നത്.
നമ്മളെ ഇവിടെ ഇപ്പൊ ഇവർക്ക് പൈസ കൊടുക്കണം ഈ അമ്പലത്തിന്റെ അതൊരു കണക്കിന് ഇതാണ്. എന്താ വെച്ചാ ഈ വന്ന എല്ലാവരും ഇവിടെ തന്നെയാണ് കഴിഞ്ഞാല്. അതെ അതെ, നല്ല സ്ഥലമുണ്ട്. അതുപോലെ തന്നെ മറ്റേ ചെനക്കത്തൂർക്കാവിന്റെ അവിടെ അതെ. ആ ചെനക്കത്തൂർ നമ്മള് ഇവിടെ വെച്ച് തീരുമാനിക്കാൻ കാരണം അതുകൊണ്ടാണ്. വണ്ടിയിലേക്ക് പെട്രോൾ പോണ പോലെ നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ പോണ്ടേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുന്നംകുളത്തെ കോമളയിൽ ഒരു സ്റ്റോപ്പേജ് കൊടുത്തു. നെയ് റോസ്റ്റ് മാറ്റിപ്പിടിച്ചിട്ട് മസാല ദോശയാക്കി, അതുപോലെ ചായ മാറ്റിപ്പിടിച്ചിട്ട് കാപ്പിയാക്കി. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? രാവിലത്തെ കാപ്പി കുടിച്ചപ്പോഴേ ഒരു ഉഷാറ്. നല്ല ഫുഡ് കേട്ടോ. ഇവിടെ കുന്നംകുളത്താണ്, കുന്നംകുളത്ത് കോമളാസ്. നമ്മളിനിപ്പോൾ ഗുരുവായൂരിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഏതാണ്ട് 8 കിലോമീറ്ററേ ഉള്ളൂ ഗുരുവായൂരിലേക്ക്. അരമണിക്കൂറിനുള്ളിൽ എത്തും. ഗുരുവായൂരിൽ എത്രത്തോളം തിരക്കുണ്ടാവും അറിയില്ല. എന്തായാലും സ്വാമിമാർക്ക് പ്രത്യേക ക്യൂ ഉണ്ട്. അപ്പോൾ ഒരു നല്ല ദർശനം ലഭിക്കട്ടെ. മഴയുണ്ട്, മഴ ചെറുതായി തുള്ളിയിട്ടിട്ടുണ്ട്. ഇവിടെ തമിഴ്നാട് സൈക്ലോണിൻ്റെ ഫെങ്കൽ എന്ന് പറഞ്ഞൊരു സൈക്ലോണിൻ്റെ അലർട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നല്ല മഴയുണ്ട്. ഇപ്പോൾ ശബരിമലയിലൊക്കെ പമ്പയിലൊക്കെ ഇറങ്ങുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോയ സ്വാമിമാർ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കും മഴയൊക്കെ കുറയുമെന്ന് പ്രതീക്ഷിക്കാം, അറിയില്ല. എന്തായാലും ഇന്ന് ഒരു മൊത്തത്തിലൊരു മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഉടനെ തന്നെ ഗുരുവായൂരെത്തി. പക്ഷേ ഗുരുവായൂരിലേക്ക് ഞാൻ ഫോൺ കൊണ്ടുപോകുന്നില്ല, ഇവിടെ കാറിൽ തന്നെ വെക്കുകയാണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ചില വിഷ്വൽസ് ഒക്കെ വരുന്നുണ്ട്. അദ്വൈഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമാദുഃഖ സുഖക്ഷമേ. എല്ലാ ജീവജാലങ്ങളോടും വിദ്വേഷമില്ലാത്തവരും സൗഹാർദ്ദപരവും കരുണയുള്ളവരുമായ ആ ഭക്തർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. മനുഷ്യരെ ഭക്തിയോടുകൂടി സ്മരിക്കുക എന്നതാണ് ഭക്തിയുടെ മാർഗം. സ്വാമി ശരണം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ദർശനം കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു ക്യൂ. എന്നാലും കുറവാണ്. ബാക്കി സാധാരണ ക്യൂ അത്യാവശ്യം നല്ലോണം ഉണ്ട്. പക്ഷെ സ്വാമി അയ്യപ്പ ഭക്തന്മാർക്ക് ക്യൂ കുറച്ച് കുറവാണ്, സ്പെഷ്യൽ ക്യൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി തൊഴാൻ പറ്റി, കുറച്ച് സമയം നിന്ന് തൊഴാൻ പറ്റി. ഇനി നമ്മൾ ഇവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് യാത്ര ചെയ്യുന്നത് അടുത്തത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ്. ഗുരുവായൂർ ടു തൃപ്രയാർ ബൈ റോഡ് 24 കിലോമീറ്ററാണ് ചാവക്കാട് വഴി. പിന്നെ ഞാൻ ഗുരുവായൂരിലേക്ക് ഫോൺ കൊണ്ടുപോകാത്തതിന് 2 കാരണങ്ങളുണ്ട് കേട്ടോ. ഈ അടുത്ത് ഒരു മുസ്ലിം വ്ളോഗർ അവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിട്ട് കേക്ക് മുറിക്കുകയോ മറ്റോ ചെയ്തിട്ട് ആകെ പ്രശ്നങ്ങളായി. അതിനുശേഷം ഈ അമ്പലത്തിൻ്റെ നടപ്പന്തലിലോ മറ്റോ ഒക്കെ കല്യാണങ്ങളുടെ ഭാഗമായിട്ട് ഫോട്ടോഗ്രാഫി നടത്താമെന്നല്ലാണ്ട് വേറെ മൊബൈൽ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ചെയ്യാൻ പാടില്ല എന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അല്ല, അതൊരു കണക്കിന് നന്നായി. റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം ഗുരുവായൂർക്ക് വരുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ നല്ലതാ. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോക്ക് റൂമിൽ വെക്കാൻ കൊണ്ടുപോകണം, അതിനുള്ള തിരക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സമയം പോവും. അയ്യപ്പോ മഹിഷി സംഹാരകനെ ശരണമയ്യപ്പോ, ശത്രു സംഹാരനെ ശരണമയ്യപ്പോ, തുരങ്കവാഹനനെ ശരണമയ്യപ്പോ, കാനനവാസനെ ശരണമയ്യപ്പോ. കുറേ സമയമായി ഈ ലോറി മുന്നിൽ ഇങ്ങനെ കളിക്കണോ, നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടണില്ല. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് രസകരമായിട്ടുള്ളൊരു സംഭവം നടന്നു കേട്ടോ. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോൻ്റെ അവസാനത്തിൽ പറയാം. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ യാത്രയുടെ 2nd പാർട്ടും 3rd പാർട്ടും വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെത്തിയിട്ടുണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി ഓഫീസിൻ്റെ മുന്നിലായിട്ട് അയ്യപ്പസ്വാമിയുടെയും 18ാം പടിയുടെയും ഒക്കെ ഒരു മോഡലാണ്. കർക്കിടക മാസത്തിൽ 4 അമ്പല ദർശനം വളരെ പ്രാധാന്യമാണല്ലോ. തൃശ്ശൂർ ജില്ലയിലെ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ. അങ്ങനെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് നമ്മളിപ്പോൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഈ അടുത്ത് നമ്മുടെ കാർ വാങ്ങിയ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെയും ശ്രീരാമ ഭഗവാനെ ഒന്ന് തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോൾ പോയിട്ട് തൊഴുതിട്ട് വരാം.
സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. അപ്പോൾ തൃപ്രയാർ നന്നായിട്ട് തൊഴുതു. അപ്പോൾ മറ്റു സ്വാമിമാരെ ഞാൻ പരിചയപ്പെടുത്തിയില്ല. നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ ഫോണൊന്നും കൊണ്ടുപോയില്ല. ഷാജിസ്വാമി, അജിസ്വാമി നമ്മുടെ ഗുരുസ്വാമിമാർ, ഇത് അച്ഛൻ സ്വാമി, കന്നിസ്വാമി. തീവ്ര നദിയാണ് ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്നത്. മഹാവിഷ്ണുവിൻ്റെ 7ാം അവതാരമായ ശ്രീരാമസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീരാമസ്വാമിക്ക് പുറമെ ശിവഭഗവാന്റെയും ഗണേശ ഭഗവാന്റെയും ഹനുമാൻ സ്വാമിയുടെയും ശ്രീധർമ്മ ശാസ്താവിൻ്റെയും ദക്ഷിണാമൂർത്തിയുടെയും പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ദക്ഷിണ അയോധ്യ എന്നും ഈ ക്ഷേത്രത്തിനൊരു വെളിപ്പേരുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂരിൽ നിന്നും 24 കിലോമീറ്ററും തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും 26 കിലോമീറ്ററുമാണ് ദൂരം. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂർ തന്നെയാണ്. തൃപ്രയാർ കഴിഞ്ഞു നമ്മൾ നേരെ പോകുന്നു കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ. വീരമണികണ്ഠനെ, ശ്രീധർമ്മശാസ്താവേ, ശ്രീഭൂതനാഥനെ, കൺകണ്ട ദൈവമേ, കലിയുഗവരദനെ, ഓംകാരപ്പൊരുളെ, ശങ്കരാത്മജനെ, ശാന്തസ്വരൂപനെ, സങ്കടമോചകനെ, മധുസൂദനസുതനെ, വേട്ടയ്ക്കൊരു മകനെ. ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദം ശാസ്ത്രാരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്ത്രാരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്ത്രാരം പ്രണമാമ്യഹം. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് തൃപ്രയാറിന്ന് നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ടൊരു ടൗണാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ടൗണിൻ്റെ ഒത്ത നടുക്കിൽ തന്നെയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. എറണാകുളം ഗുരുവായൂർ റൂട്ടിലെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് തന്നെ പറയാം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് 40 കിലോമീറ്റർ ഉണ്ട്. എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് 35 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അമ്മേ ശരണം, ദേവീ ശരണം, ദുർഗേ ശരണം. അപ്പോൾ നമുക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന് മനസ്സിലായി. കാരണം നന്നായിട്ട് തൊഴാൻ പറ്റി. ഇവിടെ അമ്പലം അടയ്ക്കാൻ പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തൊഴാൻ പറ്റി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ വരുന്നത്. വലിയ തിരക്കുകളൊന്നുമില്ല. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? കേരളത്തിൻ്റെ കുലദേവതയാണ് ശ്രീ കൊടുങ്ങല്ലൂർ അമ്മ. ഇവിടെ കൊടുങ്ങല്ലൂർ ഭരണി വളരെ ഫേമസ് ആണ്. അന്നൊക്കെ ഭയങ്കര തിരക്കുണ്ടാവും. അപ്പോൾ പണ്ടത്തെ ഒരു വാണിജ്യ നഗരം കൂടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇവിടുത്തെ അന്നദാനം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ അന്നദാന കൗണ്ടർ കയറിയിട്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ടോക്കണൊക്കെ വാങ്ങി നിൽക്കുമ്പോഴാണ് ചിലർ വന്നിട്ട് പറഞ്ഞത് അയ്യപ്പ ഭക്തർക്കായിട്ട് മുനിസിപ്പാലിറ്റി ഒരുക്കുന്ന മറ്റൊരു വിശ്രമ കേന്ദ്രമുണ്ട്, അവിടെ അന്നദാനം ഉണ്ടെന്ന്. അപ്പോൾ നേരെ നമ്മൾ ടോക്കൺ തിരിച്ചു കൊടുത്തിട്ട് അങ്ങോട്ടെത്തി. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. തൃപ്തിയോടെ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിച്ചു. കൊടുങ്ങല്ലൂർ അമ്മയുടെ നല്ലൊരു ദർശനവും കഴിഞ്ഞ് നല്ല തൃപ്തിയോടുകൂടി അന്നദാനവും കഴിച്ച് നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് യാത്രയായി. നേരെ പോണത് ചോറ്റാനിക്കരയിലേക്ക്. ഇന്നത്തെ നമ്മുടെ സ്റ്റേ ചെയ്യുന്നതും ചോറ്റാനിക്കര തന്നെയാണ്. അപ്പോൾ 4 മണി 4:30 ആകുമ്പോഴേക്കും ചോറ്റാനിക്കര എത്തും. അങ്ങനെയാണ് പ്ലാൻ. തൃശ്ശൂർ മാത്രമാണ്. അങ്ങനെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ പാലക്കാടും തൃശ്ശൂർ ജില്ലകളും കടന്നിട്ട് ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് എൻ്റർ ചെയ്തു.
എടപ്പള്ളി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. മഴ കുറച്ച് ശക്തമായി പെയ്യാൻ തന്നെ തുടങ്ങി. അങ്ങനെ നമ്മളിപ്പോൾ ഏതാണ്ട് തൃപ്പൂണിത്തറ എത്തുന്നു. തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ ഗേറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. മഴ പെയ്യുന്നത് കൊണ്ട് അത്ര വ്യക്തമല്ല. മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണിത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ വ്ളോഗിങ്ങിന് കുറച്ച് ബ്രേക്ക് കൊടുത്ത ആ സമയത്ത് ഞാനും രവിയും രേവന്തും ആതിരയും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മഴയല്ലേ, അതുകൊണ്ടൊരു ചായ കുടിച്ചേക്കാം, എന്നിട്ട് മതി യാത്ര എന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ്റാനിക്കര എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ മുമ്പ് ഒരു ഹോട്ടലിൽ നിർത്തി ഒരു ചായ കുടിക്കാൻ. പുറത്ത് നല്ല മഴ ഇങ്ങനെ ശക്തി കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ചായ കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ. ചായ എങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കുക, ഓരോ നെയ്യപ്പം കൂടി ആയാലോ. അങ്ങനെ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ചോറ്റാനിക്കര തന്നെ എത്തിന്നു കേട്ടോ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററും കൂടി ഉള്ളൂ ചോറ്റാനിക്കരയിലേക്ക്. ചോറ്റാനിക്കരയിൽ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട്, ഇന്ന് അവിടെ സ്റ്റേ ചെയ്യണേ. അപ്പോൾ റൂമിൽ പോയിട്ട് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് മെല്ലെയൊക്കെ ദർശനത്തിന് പോകുന്നുള്ളൂ. ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടീസ് നേരെ ചോറ്റാനിക്കര റൂമിലേക്ക് പോവാം. എന്താ ഹോട്ടലിന്റെ പേര്? അശോക ഇൻ. അങ്ങനെ ഇവിടെ ചോറ്റാനിക്കരയിൽ നമ്മൾ അശോക ഇൻ എന്ന ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ഓരോ സ്വാമിമാരായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനാണ് പ്ലാന്. ഇപ്പം ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് റെഡിയായി. ബാത്റൂം ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ ഞാനും പോയിട്ട് ഫ്രഷപ്പ് ആവും. നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് കിടന്നു, മയങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ അമ്പലം തുറക്കുന്ന സമയത്ത് തന്നെ പോയിട്ട് ദർശനം നടത്താം. മേലേക്കാവിലും കീഴേക്കാവിലും. ചോറ്റാനിക്കര ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് പ്രതീക്ഷിക്കാം. ഗുരുസ്വാമി വർക്കിലാണ്. ഇവിടെ ഒരു സ്വാമി, അതെ, ഈ സ്വാമിയെക്കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ അച്ഛൻ സ്വാമിയെ കണ്ടിട്ട് ഗുരുവായൂരിൽ വെച്ച് ചില ആന്ധ്ര అయ్యప్ప భక్తర్ మీకు చాలా ఫ్యాన్స్ ఉంది ఆంధ్రాలో అని പറഞ്ഞു. మీరు యాక్టింగ్ చాలా న్యాచుറൽగా ఉంది. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂല് കയറിയപ്പോൾ കുറച്ച് ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുള്ള ആളുകളായിരിക്കുമോ, ഞാൻ അത്രയും ഫേമസ് ആയോ, സാധ്യത ഇല്ലല്ലോ അത്രയ്ക്കൊന്നും എന്ന് തോന്നി. അപ്പോഴാണ് മനസ്സിലായത് അവരെന്നെ നോക്കിയിട്ടല്ല, ഇദ്ദേഹത്തെ നോക്കിയിട്ടാണ് വന്നത്. വന്ന് ചില അയ്യപ്പ ഭക്തർ സെൽഫിയൊക്കെ എടുത്തു. അപ്പം മനസ്സിലായി അവർക്ക് നൈസായിട്ട് ആളെ മാറിയിട്ടുണ്ടെന്ന്. അതിനുശേഷം പറഞ്ഞ ഡയലോഗാണിത്, మీకు చాలా ఫ్యాన్స్ ఉంది ఆంధ్రాలో. സംഭവം രാജമന്ത്രി എന്ന് പറഞ്ഞ കുറച്ച് അയ്യപ്പ ഭക്തരാണ്. അവർ ഏതോ സിനിമ ആക്ടറാണെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ഏത് സിനിമയിലാണ്? സരൈനോട്, അല്ലു അർജുൻ്റെ സരൈനോട് സിനിമയിലെ അല്ലു അർജുന്റെ ഫാദർ. അല്ലു അർജുൻ്റെ ഫാദർ അല്ല, ഇത് വെറും ഫാദറായിട്ട് അഭിനയിച്ചിട്ടുള്ള. ഇത് അല്ലു അർജുൻ്റെ ഫാദർ അല്ല, അത് വെറും ഒരു അർജുൻ്റെ ഫാദറാണ്. അപ്പം അങ്ങനൊരു അനുഭവം ഉണ്ടായി. എന്തായാലും അവരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണെന്ന്. അത് കഴിഞ്ഞ് ആണ് വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇതുവരെയ്ക്കും? ആദ്യം നമുക്കൊരു രസമായിട്ടാണ് തോന്നിയത്. പിന്നെ ആളുകൾ വരല് മാത്രമല്ല, കാല് പിടിച്ചപ്പോൾ നമ്മൾ സ്വാമി എന്നുള്ള രീതിയിൽ കാല് പിടിച്ചാന്ന് വിചാരിച്ചത്. പിന്നീടാണ് അവർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത്, ഇങ്ങനെ ഫാൻസാണ്, പടം നന്നായിട്ടുണ്ട്, അടുത്ത പടം ഏതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴാണ്. പക്ഷെ എനിക്കിതിനു മുമ്പ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രയിൽ നമ്മൾ കാളഹസ്തിയിൽ പോയ സമയത്ത് കുറേ എന്താ പറയുക പെൺകുട്ടികൾ അവർ കണ്ടിട്ട് ഏതൊരു ആക്ടറാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് എന്നോട് വന്ന് തെലുങ്കിലൊക്കെ സംസാരിച്ചിട്ട് ഞാനാകെ കുടുങ്ങി പോയിട്ടുണ്ട്. സംഭവം അവർ ഉദ്ദേശിച്ച ആക്ടർ ആരാണെന്നുള്ളത് ഞാനൊരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അവർക്ക് അങ്ങനെ തോന്നി, എവിടേക്കോ ചെറിയൊരു മോശമുണ്ട് കേട്ടോ. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രം തെലുങ്ക് നമുക്ക് അറിയില്ല. എനിക്ക് കുറച്ചറിയാം, അത് വെച്ച് ഞാൻ അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞു, അവർക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ എന്തോ അവരെ കളിപ്പിക്കാൻ പറഞ്ഞ മാതിരി, നമ്മളെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞ മാതിരിയൊക്കെ വിചാരിച്ചിരുന്നു. എന്താ ചെയ്യുക ഭഗവാൻ, അവിടെ നമുക്ക് പറയാൻ പറ്റുക അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഒരു കളി എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അതെ അതെ.
എന്തായാലും ദർശനമൊക്കെ സന്തോഷം. ദർശനം എല്ലാ അമ്പലങ്ങളിലും ദർശനം നന്നായി ലഭിച്ചു. ഇനി തെലുങ്ക് സ്വാമിമാർ നമുക്ക് വേണ്ടിയിട്ട് വഴിയൊക്കെ ഒഴിവാക്കി തരുകയും ചെയ്തു പോകാൻ. അതെ, ഗുരുവായൂരിൽ ഞാൻ കണ്ടിടത്തോളം ഒരു 90% ആന്ധ്രയിൽ നിന്ന് വന്നിരിക്കുന്ന സ്വാമിമാരായിരുന്നു. അവരൊക്കെ നമുക്ക് വഴി ഒഴിവാക്കി. അതെ അതെ, വളരെ റെസ്പെക്റ്റോട് കൂടി അദ്ദേഹത്തോട് ആ ഗ്യാപ്പിൽ ഞങ്ങൾക്കും കുറച്ച് വഴി കിട്ടി. അങ്ങനെ ഫ്രഷായി ഇറങ്ങുകയാണ് ചോറ്റാനിക്കര അമ്മയുടെ ദർശനത്തിനായിട്ട്. വൈകുന്നേരത്തെ ദീപാരാധനയുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ അത്യാവശ്യം ഇപ്പോൾ നല്ല ലെങ്ത് ആയെന്ന് എനിക്കറിയാം. കാരണം രാവിലെ കെട്ടുനിറയും, അതിനുശേഷം ഗുരുവായൂർ, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ പോകുന്ന യാത്രയും ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ ശബരിമല യാത്രയിലെ ആദ്യ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ രണ്ടാം ഭാഗം 2 ദിവസത്തിനുള്ളിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. നമുക്ക് അടുത്ത വീഡിയോയുമായി 2 ദിവസത്തിനുള്ളിൽ കാണാം.